നമ്മുടെ കേരളത്തിൽ ഒരു വിഡ്ഢിയായ ഒരു നേതാവുണ്ട്, BJPയുടെ നേതാവ്. അദ്ദേഹം മുൻപ് കേന്ദ്രമന്ത്രിയൊക്കെയായിട്ട് തുടർന്നിട്ടുണ്ട്. അതുപോലൊരു വിഡ്ഢിയായ ഒരു വ്യക്തിത്വമുണ്ട് നമ്മുടെ കേരളത്തിൽ. ഇപ്പോഴും നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വമാണ് വി മുരളീധരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു സോഡ ഗ്ലാസ് ഇട്ടുകൊണ്ട് ഇങ്ങനെ മലനിരുന്നുകൊണ്ട് കമന്ന് കടന്നുകൊണ്ട് മാനത്തോക്കി തുപ്പുന്ന ഒരു സ്വഭാവം ദിനം പ്രതി നടത്തിപ്പോകുന്ന ഒരു ചര്യയാണ് പുള്ളിക്കുള്ളത്. നമ്മുടെ സംസ്ഥാനത്തുള്ള ഒരു നേതാവെന്ന നിലയ്ക്ക് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് വയനാട് ഉരുൾപൊട്ടിയ ആ ഒരു മേഖലയെ നോക്കിക്കണ്ടുകൊണ്ട് തന്നെ അവിടെ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെയും നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ ഇയാളൊരു മറുപടി പറഞ്ഞിരിക്കുകയാണ്. 3 വില്ലേജ് അല്ലേ ഒഴുകിപ്പോയുള്ളൂ, ഇതൊക്കെ വൈകാരികമായിട്ടൊക്കെ എടുക്കേണ്ട കാര്യമുണ്ടോ? 3 വില്ലേജ് എന്ത് 3 വില്ലേജ് പോയതിനാണ് നിങ്ങൾ ഇങ്ങനെ കേന്ദ്ര സർക്കാരിനെ മോദിയൊക്കെ ഇങ്ങനെ വിമർശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് വി മുരളീധരൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം ബാലിശമായിട്ടുള്ള, എത്രത്തോളം മെച്ചൂർഡ് ഇല്ലാത്ത ഒരു പ്രസ്താവനയാണ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് പറഞ്ഞു പോയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇതിനെ നോക്കി കാണുക. 500-ൽ പരം വരുന്ന പാവപ്പെട്ട ജനങ്ങളുടെ ജീവൻ പോയ ഒരു പ്രകൃതി ദുരന്തം. ഈ ഒരു ദുരന്തത്തിൽ ഇന്ത്യയിൽ തന്നെ മറ്റു ദുരന്തങ്ങളെ ചേർത്ത് അണക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഭയാനകരമായിട്ടുള്ള ഒരു ദുരന്തമാണ് ഇവിടെ വയനാട് നടന്നിട്ടുള്ളത്. അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു ദുരന്തത്തിനെ തികച്ചും ലളിതമായ ലാഘവത്തോടു കൂടി ഇത് 3 വില്ലേജൊക്കെ പോയ നിങ്ങൾ എന്തിനാണ് ഇത്രയും ആ ഒരു തരത്തിലേക്ക് ഒരു അഭിപ്രായം പറയുക എന്ന് പറയുമ്പോൾ, നേരിട്ട് അനുഭവിച്ച കണക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അതിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെ അവഗണിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന പറഞ്ഞതിന് കേസെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ശിക്ഷാ നടപടികളിലേക്ക് കൊണ്ടുപോകണം. ഇതുപോലുള്ളൊരു നേതാവ് ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർ അത് കേൾക്കുമ്പോൾ അത്രയൊക്കെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയായിരുന്ന വിഷയം എന്നൊക്കെ വ്യാഖ്യാനിച്ച് വിടാൻ വളരെയധികം ഈ പറയുന്ന സംഘപുത്രന്മാർക്ക് സാധിക്കും. അവരുടെ ഈ പറയുന്ന കുറേ കാവി കളസങ്ങൾ വീശി നടക്കുന്ന കുറേ പേജുകളിലൂടെ അവർക്കത് നടത്തിപ്പോകാൻ, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നടത്തിപ്പോകാൻ വേണ്ടി വളരെയധികം എളുപ്പമാകും. അങ്ങനെയൊക്കെ വരുമ്പോൾ വയനാട് എന്ന് പറയുന്ന ജില്ലയിൽ അവിടെ അങ്ങനെ ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ അങ്ങ് പ്രഖ്യാപിച്ചു കളയും. അപ്പോൾ ഇത്രത്തോളം ലാഘവത്തോടു കൂടി നമ്മൾ അനുഭവിച്ച വേദനയെ നോക്കി കണ്ടുകൊണ്ടൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്കറിയാം, BJPയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിന് ഒരു രീതിയിലുള്ള പരിഗണനയും ദുരന്ത നിവാരണ പദ്ധതികളിൽ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. നിരവധി തവണ നമ്മുടെ സംസ്ഥാനത്ത് പലയിടങ്ങളിലായിട്ട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ദുരന്തത്തിലൊന്നും ഒരു രീതിയിലുള്ള ഐക്യതയോടുകൂടിയുള്ള പെരുമാറ്റം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമായിട്ട് നടത്തി പോയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലും ഈ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും കേരള സർക്കാരിന് വേണ്ടിയിട്ട് വീണ്ടും പണി കൊടുക്കുന്ന ഒരു തലത്തിലേക്ക്, പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോവുകയാണ്. നമുക്കറിയാം, വയനാട് ദുരന്തം നടന്ന പല കുടുംബങ്ങളെയും എണ്ണം പറഞ്ഞു തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും മറ്റ് ഇതര കർണാടക സർക്കാരും തെലങ്കാന സർക്കാരും ഒക്കെ ഏറ്റെടുത്തിട്ടും പല സിനിമാ താരങ്ങളും അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കന്മാരും അതുപോലെ തന്നെ ബിസിനസ്മാന്മാരും യൂസുഫ് അലി സാഹിബിനെ പോലുള്ള നല്ലവരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ എല്ലാവരും 10ഉം 20ഉം 50ഉം 100ഉം വീടുകൾ വെച്ചു കൊടുക്കാമെന്നും 10ഉം 20ഉം 30ഉം ആളുകളെ സംരക്ഷിച്ചു കൊള്ളാമെന്നൊക്കെ വാക്കാൽ അവർ എല്ലാ എഗ്രിമെന്റിലൂടെയും മുന്നോട്ട് പോകുമ്പോഴത്തേക്കിൽ അതിന് അസൂയപ്പെട്ടുകൊണ്ട് ഇവിടെ BJP സർക്കാർ ഒന്നും കൊടുക്കണ്ട ആ ഒരു തരത്തിലേക്ക് പോവുകയാണ്. അവരെയൊക്കെ സംരക്ഷിക്കാൻ ആളുണ്ടല്ലോ, അപ്പോൾ പണം വെറുതെ കളയണ്ട എന്നുള്ള തരത്തിലേക്ക് പോകുന്ന ഒരു പ്രവണതയാണ് BJP ഇവിടെ നടത്തിപ്പോകുന്നത്. കേന്ദ്ര സർക്കാർ ഒരു രീതിയിലുള്ള ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് വരെ പറഞ്ഞിട്ട് പോലും ഒരു രീതിയിലുള്ള പരിഗണനയിലേക്ക് സംസ്ഥാനത്തിനെയോ വയനാട് ദുരന്തത്തെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു വിഷയത്തിൽ BJPയെ വിമർശിച്ചു വരുമ്പോൾ ആ BJP വിമർശിക്കേണ്ട കാര്യമില്ല. അവിടെ നടന്നുപോയത് ഈ ഒരു 3 വില്ലേജ് മാത്രമാണ് ഒഴുകിപ്പോയത്, അതിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, ആർക്കും ഒരു വിഷമവും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ബാലിശമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് BJPയുടെ തന്നെ ഒരു നേതാവ് കടന്നു പോകുമ്പോൾ വളരെയധികം ഭയാനകരമായിട്ടുള്ള ഒരു ചിന്താഗതിയിലൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടം ജനത നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്ന് നമുക്ക് ഇതിനുകളിൽ നോക്കിക്കണ്ട് മനസ്സിലാക്കാൻ നോക്കും. അവരുടെയൊക്കെ മനസ്സിലേക്ക് ഇതുപോലുള്ള വിഷം കുത്തിയിറക്കുന്ന ഇതുപോലുള്ള വി മുരളീധരനെ പോലുള്ള നേതാക്കന്മാരെ എല്ലാവരെയും നിയമത്തിൻ്റെയും അതുപോലെ തന്നെ അങ്ങേറ്റം താക്കീതെങ്കിലും കോടതികൾ കൊടുക്കണം എന്നുള്ളതാണ് എനിക്കിവിടെ നോക്കിക്കണ്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.